നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അയാളാണ് കളി തീരുമാനിച്ചത്. ഇത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ ഞാൻ കൂടുതൽ സംസാരിച്ചാൽ അവർ നടപടിയുമായിട്ട് വരും. കളി കഴിഞ്ഞിട്ട് അർജന്റീൻ കോച്ച് ലയണൽ സ്കലോനി കലിപ്പിലാണ്. കോൺമബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന കൊളംബിയയുമായിട്ട് 2-1 പരാജയപ്പെട്ടപ്പോൾ വിവാദമായിട്ടുള്ളൊരു പെനാൽറ്റിയിലൂടെ ഹാമിസ് റോഡ്രിഗസ് നേടിയ ഗോളാണ് അർജന്റീനയ്ക്ക് വിനയായിട്ട് മാറിയത്. മത്സരശേഷം കോച്ച് ലയണൽ സ്കലോനി, അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോനി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ കൃത്യമായിട്ട് റഫറിക്കെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കോച്ചിന്റെ വാക്കുകളിലേക്ക് നോക്കുക. അദ്ദേഹം പറയുന്നു, ഞാൻ കൊളംബിയയെ അഭിനന്ദിക്കുകയാണ്, അവർ വിജയിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല കളിയാണ് കളിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലായിരുന്നല്ലോ മത്സരം നടന്നത്. കൂടുതലൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും തല ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മടങ്ങുന്നത്. എപ്പോഴും പറയാറുള്ള പോലെ ക്യാരി ഓൺ ചെയ്യുക. ടീം ഈ ഒരു പരാജയത്തിനപ്പുറവും പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാ സമയത്തും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു പെനാൽറ്റി അതാണ് കളിയെ മാറ്റിമറിച്ചത്. റഫറി അത് കണ്ടു, പക്ഷേ മറ്റാരും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറയാനുള്ളത്, മുനോസ് ആ താരത്തെ നോക്കിയാൽ മതി. ഒരിക്കലും പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെനാൽറ്റിക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെനാൽറ്റി അവാർഡ് ചെയ്ത ആളുകളോട് വെൽക്കം മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്, കൂടുതലൊന്നും പറയുന്നില്ലെന്നേ. ചില ഘട്ടങ്ങളിൽ ഇത് ഈ രൂപത്തിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ പെനാൽറ്റിക്ക് ശേഷം സംഭവിച്ചതോ അതിനുശേഷം പ്രാക്ടിക്കലി കളി നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ കുറച്ച് മാത്രമാണ് കളി നടന്നത്. ഒരുപാട് ഇന്ററപ്ഷൻസ് വന്നുകൊണ്ടേയിരുന്നു. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് എന്നെ കൂടുതലായിട്ട് ബോധറാക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്ലോസ് മത്സരങ്ങൾ വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ മാച്ച് ഡിസൈഡ് ചെയ്യപ്പെടാറുണ്ട്. പെനാൽറ്റിയാണ് ഈ മത്സരം ഡിസൈഡ് ചെയ്തത്. നോക്കുക, വാർ ഒഫീഷ്യൽസും 5 വാർ ഒഫീഷ്യൽസും റഫറിയും മാത്രമാണ് ആ ഒരു പെനാൽറ്റി കണ്ടത്. വേറെ ആർക്കും അത് പെനാൽറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. ഫുട്ബോൾ എന്ന് പറയുന്ന സ്പോർട്ടിൽ നമ്മൾ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ കൂടി നോക്കണം. മുനോസിനെ നോക്കുക, അവിടെ കാര്യം വളരെ വ്യക്തമാണ്. ഒരു ഘട്ടത്തിലും പെനാൽറ്റിക്ക് വേണ്ടിയിട്ട് അയാൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടില്ല. അത് മാത്രമാണ് എനിക്കതിൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ കൂടുതൽ ചൂഴി നോക്കേണ്ടതില്ല. ശരിയാണ്, ആ പെനാൽറ്റിയാണ് ഈ മാച്ചിനെ കണ്ടീഷൻ ചെയ്തത്. സൈക്കോളജിക്കൽ ലെവലിൽ അത് അവർക്കൊരു പുഷ് കൊടുത്തു, ഞങ്ങളെ നെർവസ് ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമേജ് വെച്ചിട്ടാണ് റഫറി പെനാൽറ്റി കൊടുക്കുന്നത്. ടച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിത്രമാണ് നോക്കിയത്. റഫറിക്ക് എന്തുകൊണ്ട് പോലായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൂടാ? പക്ഷെ TV-യിൽ പാനലിൽ കാണിച്ചത് ആ ഒരു ടച്ച് മാത്രമായിരുന്നു. സോ അതനുസരിച്ചാണ് മത്സരത്തിൽ ആ ഒരു പെനാൽറ്റി വിധിക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ കളിയെ ബാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. നോക്കുക, ഹുലിയൻ ആൽവാരസിന്റെ കാര്യത്തിൽ അവരിത് ചെക്ക് ചെയ്തിട്ടുമില്ല. ഏതായാലും ഹുലിയന്റെ കാര്യത്തിൽ വിസിൽ ചെയ്യാത്ത പോയ റഫറി ഈ കാര്യത്തിൽ വാർ വിളിച്ചതുകൊണ്ട് പെനാൽറ്റി വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടുതൽ വാക്കുകൾ ഞാൻ പറയുന്നില്ല. കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടപടിയെടുക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. സോ ഞാനിതിവിടെ ഇട്ടിട്ട് പോവുകയാണ് എന്നാണ് കലിപ്പിൽ സ്കലോനി പറഞ്ഞു വെക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.